ഈ വർഷത്തെ ഛാത്രത്തൊടി ഫുട്ബോൾ പ്രീമിയർ ലീഗിലെ ഒന്നാമനാര്, ഈ ഫൈനൽ മത്സരത്തിലെ വിജയി ആരെന്ന് അല്പസമയത്തിനകം, വെറും 20 മിനിറ്റ് മാത്രം ശേഷിക്കുന്ന കളിയിൽ ഇതാ പെട്ടെന്നുള്ള മുന്നേറ്റമായിരുന്നു. ഫൈനലാണ്, ഫൈനൽ അതിശക്തമായ ഫൈനലാണ്. പ്രീമിയർ ലീഗ് സീസൺ 7ലേക്ക് അവർക്കും സ്വാഗതം. വാശിയേറിയ ഫൈനൽ നടക്കുന്നു. ഗ്രൗണ്ടിന്റെ വലതുഭാഗത്ത് CTD സിറ്റി, ഇടതുഭാഗത്ത് സിറ്റിയിലെ ജഡ്ജൻസ് ഏറ്റുമുട്ടുന്നു. സാജിദ് അലിയുടെയും കളി തുടങ്ങി 10 സെക്കൻഡ് മുന്നോട്ട് നീങ്ങുന്നു. സാജിദ് അലിയുടെയും ജലീലിന്റെ നേതൃത്വത്തിൽ ഇരു ടീമുകളും നേർക്കുനേർ ഏറ്റുമുട്ടും. അതിശക്തമായ ഫൈനൽ മത്സരം. തെമീമിന്റെ മുന്നോട്ടമായിരുന്നു, നല്ലൊരു മുന്നേറ്റം. കളി നിന്നിരിക്കുന്നത് കോയ. ഫൈനൽ അതിശക്തമായ ഫൈനലാണ്. സിറാജിൽ നിന്ന് മിൻഹാജിലേക്ക്. ഷോട്ടിനുള്ള മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ സമയം മിൻഹാജിൽ നിന്ന് ഫൈനൽ ശ്രദ്ധിക്ക്. നമുക്ക് സബ് ലിസ്റ്റിലേക്ക് നോക്കാം. സിറ്റിയുടെ താരം അമീർ MK, അതുപോലെ ലെജൻസിന്റെ താരം ഷമീൽ MK. ഓക്കെ, ഒരു ഗോളിയാണ് മുന്നേറിന്. നല്ലൊരു മുന്നേറ്റമായിരുന്നു, പക്ഷെ മിസ് പാസ് ആയി പോയി. മിസ് പാസ് ആവുന്നു. തെമീമും സിദ്ദീഖും ഏറ്റുമുട്ടുമ്പോൾ തെമീയുടെ ഇരട്ടി പ്രായമുണ്ട് സിദ്ദീഖെന്ന് ആലോചിക്കണം. സാജി കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് സൈദ് അലി സിറ്റിലി. ലൈവ് കമന്ററി ഉണ്ടായിരിക്കുന്നതാണ്. മാന്യ കാണികൾ ശ്രദ്ധിക്കുക. കമന്ററി മോശമായാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പം നിർത്തുന്നതാണ്. സൗണ്ട് കുറക്കാൻ അജിൽഷാനിൽ നിന്ന് പാസ്സായി പോയി. കിക്ക് എടുക്കാനെത്തുന്നു സിറാജ്. സിദ്ദീഖ് ജൂനിയർ. പുറത്തേക്ക് സാജിദ് അലിയുടെ വളരെ നല്ലൊരു നീക്കം തന്നെയായിരുന്നു. ഫസ്റ്റ് ഷോട്ട് മാത്രം അടിക്കുന്ന സാജിദ് അലി. ഇതാ നല്ലൊരു ഗുഡ് ക്ലിയറൻസ്. നല്ലൊരു ബാക്കിൽ നിന്നുള്ള അത്യുഗ്രൻ നല്ലൊരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷത്തെ നല്ല മികച്ച കളിക്കാരൻ. എന്ത് സംഭവിച്ചു? നല്ലൊരു ഫൗളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ അപകടപരമായിട്ടുള്ള ഒരു ഫൗൾ തന്നെയായിരുന്നു. ലൈവ് കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് ഈ കളി എല്ലാ ആളുകളിലേക്കും, പ്രത്യേകിച്ച് ഛാത്രത്തൊടി, പറമ്പിൽ പീടിക, കാക്കത്തടം എല്ലാ ഭാഗങ്ങളിലേക്കും ഷെയർ ചെയ്ത് വാട്സപ്പില്, ഇൻസ്റ്റഗ്രാമില്, ഫേസ്ബുക്കില് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. റിയാസ് പെരിഞ്ചേരി എന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ലൈവ് ലഭിക്കുന്നതാണ്. കയറി വന്ന മിൻഹാജ്, ഈ മലപ്പുറം ജില്ലയിലെ 7th ടൂർണമെന്റിലെ മിന്നൽ താരം മിൻഹാജിന്റെ അപകടപരമായ ഷോട്ട്. വാട്ട് എ ഷോട്ട്!
ഇതാ ജലീലിന്റെ നല്ലൊരു നീക്കം, അതാ നല്ലൊരു പാസ് വീണ്ടും ഡ്രിബിൾ ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുന്ന ഷാദി. ഷാദിയുടെ ഈ ടൂർണമെന്റിലെ കഴിഞ്ഞാൽ ഉടൻ തന്നെ തൻ്റെ 8ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയാണ് ഷാദി. ഷോട്ട് തന്നെയായിരുന്നത്, നല്ല ഷോട്ടിൽ ഗോളിലേക്കുള്ള ഒരു ഷോട്ട് തന്നെയായിരുന്നത്. അതാ ജലീലിന്റെ നീക്കം. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച ഒരൊറ്റ ഷോട്ട്, അതാ പുറത്തേക്ക്. സൗണ്ട് കുറച്ചാണ് പറഞ്ഞത്. വെറും ഭാഗ്യം നിർഭാഗ്യത്തിന്റെ കളി ഫുട്ബോളിന്റെ. നല്ലൊരു പാസ്, ഗോളി പിടിച്ചിരിക്കുന്നു. ഇതാ മിന്നൽ മുരളിയാണല്ലോ. അല്ല നല്ലൊരു സുവർണ അവസരം ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. റഫറിയുടെ വിസിൽ മുഴങ്ങുന്നത് ശ്രദ്ധിക്കുക. റഫറിയുടെ വിസിൽ വീണ്ടും. മഞ്ഞക്കാട് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. ജലീലിന്റെ മനോഹരമായ ഒരു കർവിംഗ് കിക്കിന് വേണ്ടി കാണികൾ ഇതാപ്പുറത്ത്. നല്ലൊരു പാസ്. അതാ നല്ലൊരു മൂവ്മെന്റ് തന്നെയായിരുന്നു. ഗുഡ്, നല്ലൊരു നീക്കം തന്നെയായിരുന്നു. വളരെ നല്ലൊരു നീക്കം, നല്ലൊരു അവസരം തന്നെയായിരുന്നു. വീണ്ടും അതാ മനോഹരമായൊരു നീക്കം. റഫറിയുടെ വിസിൽ, റഫറിയുടെ ആംഗ്യങ്ങൾ ശ്രദ്ധിക്കുക. മാന്യ കളിക്കാർ റഫറിയുമായി ശ്രദ്ധിക്കുക, സഹകരിക്കുക എന്ന് കുറുക്കൻ. സോറി. ശ്രദ്ധിക്കുക. കുട്ടിയുമായി വന്ന ഷറഫലിയുടെ ശ്രദ്ധക്ക്. കുട്ടിക്കൊരു തൊപ്പി കരുതേണ്ടതാണ്. മഞ്ഞ് ധാരാളമുണ്ട്, ശ്രദ്ധിക്കുക. ഷറഫലി. ഷാജി ഡോക്ടർ രാവിലെ 8 മണി മുതൽ 10 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. അല്ലെങ്കിൽ തൊപ്പിയിട്ട് സഹകരിക്കുക. നല്ല കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കളി തന്നെയായിരുന്നു. നല്ല മൂവ്മെന്റ് ഉള്ള കളികളാണ്. ഫൗളുകളൊന്നും ഇല്ലാത്ത നല്ല സാജിദ് അലി എണ്ണി പറഞ്ഞ ഷോട്ടുകൾ. തൻ്റെ ജീവിതത്തിലെ മെഷീനിൽ പോലും എണ്ണാത്ത നോട്ടുകൾ കൈ കൊണ്ടെണ്ണുന്ന പോലെ ഷോട്ടുകൾ ഇതാ കാലുകൊണ്ട് അടിച്ചു നീങ്ങുന്ന സാജിദ് അലി. ഇതാ 5 ഗോളുമായി മുന്നിൽ. ജസ്റ്റ് മിസ്. വല കിലുങ്ങി. എന്താണ് സാജിദ് ഇർഷാദേ? മോട്ടർ ഓണാക്കിയിട്ടുള്ള കുഞ്ഞു ചാത്രത്തൊടിയുടെ ശ്രദ്ധക്ക്. ഞങ്ങളുമായി സഹകരിക്കുന്നു യൂട്യൂബ് ടീമിൽ മുനീർ ചാത്രത്തൊടി, ക്യാപ്റ്റൻ ഓഫ് ചാത്രത്തൊടി മുനീർ ചാത്രത്തൊടി. അല്ല, അത് ലൈവ് സ്ട്രീമിംഗ്. വെറും ഒരു ഗോള് ചുണ്ടിനിടയിൽ, ഒരു ചുണ്ട് വെച്ചാൽ ഗോളായിരുന്നു. നല്ല കളി മാനേജർ അറിയിക്കുന്നു. നല്ല കളി തന്നെയായിരുന്നു. അമീർ ചാത്രത്തൊടി, തന്റെ ടീമിന് വേണ്ടി വെള്ളം കുടിക്കുന്ന അമീർ ചാത്രത്തൊടി.
ബാറ്ററി തിരിവ് ചോദിക്കുന്നത്. സാജിദ് അലിക്ക് മഞ്ഞ കിട്ടിയോ? വല കാക്കുന്ന കീപ്പർ, ഗോൾ കാക്കുന്ന കീപ്പർ മിൻഹാജ്. ഈ മത്സരത്തിന് പ്രത്യേകത ഉണ്ട്. ഫൈനൽ മത്സരമായിട്ട് പോലും ഇതുവരെ ഫൗളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല സൗഹാർദ്ദപരമായ മത്സരമാണ്. ഈ മത്സരത്തിന് സൗഹാർദ്ദപരമായ മത്സരത്തിന് പ്രത്യേക അഭിനന്ദനം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഇർഷാദ് ചെറിയാബ അറിയിച്ചിട്ടുണ്ട്. നല്ല നല്ല ഒരു മൂവ്മെന്റിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതാ ഹാഫ് ടൈം ആയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഓടുന്ന ക്ലോക്ക് ആണെന്ന് തോന്നുന്നു. ടീം ശ്രദ്ധിക്കുക, റഫറിയുടെ വിസിലടിച്ചാൽ ഉടൻ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കളി അറിയാത്തവരുടെ ശ്രദ്ധക്ക്. കളി തുടങ്ങിയിട്ടുണ്ട്. മിൻഹാജ് തന്റെ നീക്കം നടക്കുന്നു. സാജിദ് അലി അവിടെ നിൽക്കുന്നുണ്ട്. നോട്ടെണ്ണുന്ന പോലെയാണ് ഗോൾ അടിക്കുന്നത്. ചില്ലറ ഇടുന്നത് പോലെയാണ് കളിക്കുന്നത്. വെറും ചില്ലറക്കാരനല്ല സാജിദ് അലി. മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ള ബാങ്ക് മത്സരങ്ങളിൽ ബാങ്കിംഗ് മേഖലകളിലെ ടീമുകൾ മാറ്റുരച്ചപ്പോൾ ഫൈനൽ മത്സരത്തിൽ അവിസ്മരണീയം വിധം കളിച്ചിട്ടുള്ള ഛാത്രത്തൊടിയുടെ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഛാത്രത്തൊടിയുടെ പൊന്നോമനമുത്ത് സാജിദ് അലിയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഗോൾ ഇന്നും നമ്മുടെ കണ്ണുകളിൽ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലൊരു ഗോള് ഇവിടെ ഫൈനൽ മത്സരത്തിൽ വീണ്ടും ആവർത്തിക്കുമോ എന്ന് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ടോപ്പ് സ്കോറർ ആകുമോ എന്ന് ചോദ്യചിഹ്നം ഇവിടെ നിൽക്കുകയാണ്. നടക്കുമോ സ്വപ്നം, നടക്കുമോ ഗോള്, നടക്കുമോ കപ്പ്? കാത്തിരുന്ന് കാണാം. ജസ്റ്റ് മിസ്. നിങ്ങളെത്തായി വെറുതെ പന്ത് പന്ത് ജലീലിന്റെ നല്ലൊരു നീക്കം ഇതാ കാണുന്നു. കാണികൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമാണ്. ഫൈനൽ മത്സരമാണ്. എല്ലാവരും ഒന്ന് ആവേശപൂർവ്വം കളിയെ കാണേണ്ടതാണ്. ഇതാ വീണ്ടും നല്ലൊരു പാസ് സാജിദ് അലി. തന്റെ ഓപ്പണന്റ് എതിർ ടീം സ്വന്തം ടീമിലെ കളിക്കാരനെ കണ്ടെത്താൻ കഴിയാതെ അതാ ഒരു ഷോട്ടിലേക്കുള്ള ഒരൊറ്റ ഗോൾ ഈ മത്സരത്തെ മാറ്റിമറിക്കും. ഒരൊറ്റ ഗോൾ. നല്ല ഫൈനൽ മത്സരമാണ്. ഡിസംബറിലെ ഈ മഞ്ഞ് വീഴുന്ന തണുപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് ചൂടേറിയ ഒരു മത്സരം. ചൂടേറിയ വിയർപ്പുകൾ ഇറ്റി വീഴുന്ന ഫൈനൽ മത്സരം. തണുപ്പിനെ വകവെക്കാതെ ഛാത്രത്തൊടിയിൽ നിന്നും അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ 7ാമത് നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ വീക്ഷിക്കാനെത്തിയിട്ടുള്ള മാന്യ സഹോദരങ്ങൾ, മാന്യ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാ ടൂർണമെന്റുകളും ഭംഗിയോടെ വീക്ഷിക്കുന്ന നമ്മുടെ ചായക്കടയുടെ അടുത്തിരിക്കുന്ന മാന്യ ഫുട്ബോൾ പ്രേമികൾ, ഞങ്ങളുടെ വിജയം അത് തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. 8ാം മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമയം
സഫീർ അലി ആൻഡ് ടീം. ഈ ഫൈനൽ മത്സരം ഏകദേശം 15,000 ആളുകളാണ് ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ നല്ലൊരു നീക്കം. ഒരു കൈയടി, ഒരു കൈയടി. No, 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 no. ആരടിക്കും കപ്പ്? സിദ്ദീഖോ ജലീലോ? അതാ സിദ്ദീഖ് തോണ്ടിക്കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഫുട്ബോളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. No, no, no. What a miss, what a miss. ഒരു ഗോൾ തന്നെയായിരുന്നു അത്. ഒരൊറ്റ ചാൻസ്, ജസ്റ്റ് മിസ്. നിർഭാഗ്യം, അല്ലാതെ എന്തു പറയാൻ. അതൊരു ഗോൾ തന്നെയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച ഗോൾ അതാ നഷ്ടമാവുകയാണ്. സിറ്റി ഈ ടൂർണമെന്റിന്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകാൻ ചാൻസ് ഉള്ള തെമീം ഓടി കളിക്കുകയാണ്. പതിനൊന്നാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന തെമീമാണ് ഇവിടെ എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തെമീം ഈ ടൂർണമെന്റിന്റെ ഏറ്റവും നല്ല കണ്ടെത്തൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തെമീമിന്റെ നല്ലൊരു നീക്കമായിരുന്നു അത്. പുറത്തേക്കല്ല, നല്ല ഷാദി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഷാദിയുടെ ജസ്റ്റ് മിസ്. ഒരൊറ്റ പാസും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഗോളായനെ. ജസ്റ്റ് മിസ്. ശ്രദ്ധിക്കുക, മുകളിൽ ഇരിക്കുന്നവരുടെ കളി കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് തലകറങ്ങി വീണാൽ താഴേട്ട് വീഴുന്നതാണ്. അതിനാൽ കമ്പി പിടിച്ചു നിൽക്കേണ്ടതാണ്. പൈച്ചിണ് വിശക്കണ് എന്ന് പറയുന്നവരുടെ ശ്രദ്ധക്ക് കളി അല്പസമയത്തിനകം ഫൈനൽ മത്സരത്തിലെ വിജയിയെ പ്രഖ്യാപിക്കും. ഈ ടൂർണമെന്റിലെ ഇനി അവശേഷിക്കുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. ഈ മിനിറ്റുകൾക്കിടയിൽ ഔദ്യോഗികമായ ഒരു ഫൈനലിലെ മത്സര വിജയി ഉണ്ടായിരിക്കുന്നതാണ്. മത്സര വിജയി ഈ ടൂർണമെന്റിലെ കളിക്ക് ശേഷം കമ്മിറ്റിയുടെ തീരുമാനം അറിയിക്കുന്നതാണ്. റഫറിയുടെ വിസിൽ എന്താണ്? അതെന്താണ് റഫറിയുടെ വിസിൽ? അങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ? അങ്ങോട്ടാണ്. ശ്രദ്ധിക്കുക, വെള്ളം കയ്യിൽ വെച്ചിട്ടുള്ള മാനേജർ വാ എന്ന് പറയുന്ന മാനേജർ ഗോളിലേക്ക് ശ്രദ്ധിക്കുന്ന മാനേജർ. നല്ലൊരു മാനേജർ തന്നെയാണ് ടീമിന്. തന്റെ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് കുഞ്ഞു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1,40,000 മുകളിലാണ് ഫോണിനായിട്ടുള്ളത്. കുഞ്ഞു എത്ര നേരം വീഡിയോ എടുക്കുന്നോ അത്ര നേരം കമന്ററി ഉണ്ടായിരിക്കുന്നതാണ്. തന്റെ മൊബൈലിലെ ചാർജർ തീർന്നാലും ഇവിടെയുള്ള മൈക്ക് ഓഫ് ആകുന്നത് വരെ ഇവിടെ മൈക്കിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും. നല്ലൊരു നീക്കം. കുഞ്ഞു ക്യാമറ ഓഫ് ആക്കി കളിയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞുവിന്റെ പ്രത്യേക ശ്രദ്ധക്ക് 1 TB കളിക്ക്. ഈ കളിക്ക് വാശി തന്നെ വേണം. കുഞ്ഞു തന്റെ ഷോ സ്റ്റക്കായി, അവിടെ വിസിലടിച്ച് സ്റ്റക്കായതാ. നോ ശ്രദ്ധിക്കുക. ഓയിൽമെന്റ് പുരട്ടി കൊടുക്കേണ്ടതാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഷാദി. കുഞ്ഞുമോനെ കളിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരേണ്ടതാണ്. ഈ കളിക്ക് ശേഷം കുഞ്ഞു കോട്ടയത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. കട്ടപ്പനയിലേക്ക് തിരിച്ചു പോകുന്നതാണ്. കട്ടപ്പനയിലെത്തുന്ന കുഞ്ഞുവിന് കട്ടപ്പനയില്ലാതെ നോക്കേണ്ടതാണ്.
ഓ, നോക്കൂ കുഞ്ഞു. എന്തൊരു നല്ല ഷോട്ടായിരുന്നു അത്. നല്ല ഷോട്ട് തന്നെയായിരുന്നു. ഓ സാജി എന്റെ വീഡിയോ എടുത്ത് സഹകരിക്കുന്ന കുഞ്ഞുവിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ഈ നിമിഷത്തിൽ. കുഞ്ഞു എന്ന് പറഞ്ഞാൽ നസീഫ് തെക്കൻ, ചാത്രത്തൊടിയുടെ ബുള്ളറ്റ് വീരൻ നസീഫ് തെക്കൻ. കളിയിലേക്ക് ശ്രദ്ധ തിരിച്ചു വരാം. കളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഇതാ കളിയോ, നല്ലൊരു പാസ്. ഓ, ആളില്ലാത്ത സ്ഥലത്തേക്ക് അടിച്ചു വിട്ടപ്പോൾ അത് പുറത്തേക്ക് മാത്രമായി ഒതുങ്ങി. ഈ വല കിലുക്കുമോ? അവസാന നിമിഷങ്ങളിൽ കപ്പെടുക്കുമോ? ആരും ഗോളടിക്കാതെ ഇപ്പോൾ നമ്മൾ 9 മിനിറ്റ് 30 സെക്കൻഡ് മുന്നിട്ടും നല്ല ഫുട്ബോൾ തുടരുന്ന ഗോളുകളൊന്നും ഇതിനെ വീണ്ടില്ല. നല്ല രീതിയിൽ ബഷീറിനെ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ മത്സരമാണ്. വീറോടെ കളിക്കുന്ന ടീമുകൾ. അവസാന നിമിഷങ്ങളിലേക്ക് 6 ഗോളടിക്കും. 6 ഗോളടിക്കും. ജലീലോ ആറ് പാസ് നിറഞ്ഞ ഒരു നല്ല നീക്കമായിരുന്നു. ലാസ്റ്റ് അടിക്കുന്ന അവര് ജയിച്ചിരിക്കും. മോർണിംഗ് വാക്കിംഗ് സ്റ്റാർ ജലീൽ സിറ്റി. ലാസ്റ്റ് മിനിറ്റ് തന്നെയാണ് അർഷദിന്റെ നല്ലൊരു ഡിഫെൻഡിങ്. കുഞ്ഞു വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് നിർത്തുന്ന ലക്ഷണമില്ലെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ആരുമാരും ഗോളടിക്കാതെ മലപ്പുറം ജില്ലയിൽ ഫൈനലിൽ തുടരുകയാണ്. ഫുട്ബോളിന്റെ നെഞ്ചേറ്റിയ എല്ലാ ടൂർണമെന്റുകളും, 7 ടൂർണമെന്റുകൾ, എല്ലാ കളകളിലും പങ്കെടുക്കുന്നു. അവസാന നിമിഷങ്ങളിലേക്ക് പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രായം കൂടിയ ലാസ്റ്റ് മിനിറ്റ് തമ്മിലുള്ള മത്സരമാണ്. ലാസ്റ്റ് മിനിറ്റ് ആണ്. റിയാസ് കപ്പെടുക്കുമോ അതല്ല റഫീഖ് കപ്പെടുക്കുമോ? നല്ലൊരു നീക്കം തന്നെയായിരുന്നു. സാരമില്ല, അടുത്ത ട്രൈക്ക് വേണ്ടി നല്ലൊരു നീക്കം. ഗോളടിക്കാതെ തുറന്ന് കളിക്കണമെന്ന് സമനിലയിൽ പിരിച്ചിരിക്കുന്നു. രണ്ടാം പാദം അവസാനിച്ചിരിക്കുന്ന ഈ സമയത്ത് ആദ്യ ഗോൾ അടിച്ചിരിക്കുന്നു. ഷൂട്ടൌട്ടിലെ ആദ്യ ഗോൾ ഷാദി. അതേ ഷാദി തന്നെയാണ് ഗോളിയും. നല്ല സുന്ദര നിമിഷം. ഇതാ സിദ്ധി വൈറ്റൻ താരം. What a goal that was! Just miss. And ഇതാ ടീമിന്റെ രണ്ടാമത്തെ ഷോട്ട് എടുക്കാൻ എത്തിയിട്ടുണ്ട് സിദ്ധി. തടുക്കുന്നതിന് വേണ്ടി ഈ ടൂർണമെന്റിൽ മലപ്പുറം ജില്ലയിലെ goal that was again and again. 2-1. നാലാമത്തെ ഷോട്ട് എടുക്കുമ്പോൾ 2-1. 3 ഷോട്ടുകളും ഗോളായിരിക്കുന്നു. 2-1. ഈ ഷോട്ട് ഷാദി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പൊന്നാമന താരം ഷാദി ആ ഗോൾ സേവ് ചെയ്തിരിക്കുന്നതാണ്. അതാ നല്ലൊരു സേവ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാ 4 ഷോട്ട് എടുക്കുമ്പോൾ 2-1. അവസാന ഷോട്ടിലേക്ക് ഈ ടൂർണമെന്റിലെ മികച്ച കണ്ടെത്തൽ. മികച്ച ഗോൾ കളിയിലൂടെ മാത്രമല്ല